നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചു ചോദിച്ചൊരു കാര്യമാണ്. കക്ഷിയുടെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും ഒരു നിശ്ചിത തുക കട്ടാവുന്നുണ്ട്. അത് എല്ലാ മാസവും ഉണ്ട്. അപ്പം ഞാൻ ആളോട് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും പെയ്ഡ് ആപ്ലിക്കേഷനോ അത് ഏതെങ്കിലും സർവീസുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ പൈസ കട്ട് ചെയ്യാൻ വേണ്ടി? അപ്പോൾ ആൾ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള സബ്സ്ക്രിപ്ഷനും നമുക്ക് പോപ്പപ്പ് മെസ്സേജുകളായിട്ട് വരും, അല്ലെങ്കിൽ സ്പൈ ലിങ്കുകളായിട്ട് വരും. നമ്മൾ അറിയാതെ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സബ്സ്ക്രിപ്ഷനിലേക്ക് പോകും. പിന്നെ മാസാമാസം നമ്മുടെ ഗൂഗിൾ പേയിൽ നിന്ന് ഇതിൻ്റെ എമൗണ്ട് ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. റൈറ്റ് സൈഡിൽ മുകളിൽ കോർണറിലായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും, പ്രൊഫൈൽ പിക്ചർ ഉൾപ്പെടെ. ഇതാണത്. അതൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ ഓട്ടോ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് എന്തെങ്കിലും എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആട്ടോ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, എൻ്റെ അക്കൗണ്ടിൽ ഒരു ആട്ടോ പേ ഓപ്ഷൻ എനേബിൾ ആണ്. അപ്പം നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഏതെങ്കിലും രീതിയിൽ ആട്ടോ പേയ്മെൻറ്റ് ഓപ്ഷൻ എനേബിൾ ആണെന്ന് നോക്കുക. ഇനി ഞാനിവിടുന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇത് എന്തിൻ്റെ ആട്ടോ പേയ്മെൻറ്റ് ഓപ്ഷൻ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടെ ടച്ച് ചെയ്യാണ്. ടച്ച് ചെയ്തപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, മാസത്തിലും എല്ലാ മാസത്തിലും 75 രൂപ വെച്ച് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഏത് കമ്പനിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആപ്പിൾ കമ്പനിക്ക് എല്ലാ മാസവും 75 രൂപ വെച്ച് കട്ടാകുന്നുണ്ട്. കണ്ടോ, എല്ലാ മാസവും. ഇപ്പോൾ ഈ മെയ് മാസം ജൂൺ വരെയുള്ള മാസങ്ങളിലൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 75 രൂപ വെച്ച് പോവും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ പൗസ് ഓട്ടോ പേ, റിമൂവ് ഓട്ടോ പേ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ റിമൂവ് ഓട്ടോ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ടു റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയുടെ പാസ്വേഡ് ചോദിക്കും. അത് ക്ലിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ പേയ്മെൻറ്റ് ഓപ്ഷൻ ഡിസേബിൾ ആകുന്നതായിരിക്കും, അല്ലെങ്കിൽ റിമൂവ് ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ഈ കാര്യം ചെക്ക് ചെയ്യുക. നിങ്ങൾ അറിയാതെ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷനോ പേയ്മെൻറ്റോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയുക. അതുകൊണ്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓട്ടോ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ റിമൂവ് ആയിട്ടുണ്ട്. ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും 75 രൂപ വെച്ച് കട്ടാവുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു പർച്ചേസാണ്. എൻ്റെ ഐഫോണിലേക്ക് ഐക്ലൗഡ് ഞാൻ 50 GB പർച്ചേസ് ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാ മാസവും 75 രൂപ വെച്ച് കട്ടാവുന്നതാണ്. കണ്ടോ, ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഗൂഗിൾ പേ എടുക്കുന്ന സമയത്ത് ഓട്ടോ പേയ്മെൻറ്റ് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യാത്ത ഏതെങ്കിലും പേയ്മെൻറ്റ് അതിൻ്റെ അകത്ത് ആഡായി കിടക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം കൂടുതൽ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അവരോടും ഈ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ പറയുക.